2025 ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ ശ്രദ്ധ ദുബായിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്കാണ്. കഴിഞ്ഞ 18 ദിവസമായി പല ടീമുകളുടെയും സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റിയെങ്കിലും ടൂർണമെന്റ് സംഘാടകരായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ ഫൈനൽ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ക്രിക്കറ്റ് ലോകത്തെ എക്കാലത്തെയും വലിയ വൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ക്ലാസിക് ഫൈനൽ പോരാട്ടമാണ് നാളെ രാത്രി ദുബായിൽ അരങ്ങേറാൻ പോകുന്നത്. 41 വർഷത്തെ ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഈ രണ്ട് ടീമുകൾ ഫൈനലിൽ നേർക്കുനേർ വരുന്നത്. ഇന്ത്യ തങ്ങളുടെ 9ാം ഏഷ്യൻ കപ്പ് കിരീടം ലക്ഷ്യമിടുമ്പോൾ പാകിസ്ഥാൻ 3ാം കിരീടം സ്വന്തമാക്കാനുള്ള പോരാട്ടത്തിലാണ്. ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രകടനം അസാധാരണമായിരുന്നു. ഗ്രൂപ്പ് റൗണ്ടിലും സൂപ്പർ ഫോറിലും പാകിസ്ഥാനെതിരെ നേടിയ ആധികാരിക വിജയങ്ങൾ ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 7 വിക്കറ്റിനും സൂപ്പർ ഫോറിൽ 6 വിക്കറ്റിനും പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ ഈ ഫൈനലിലും അതേ ആധിപത്യം നിലനിർത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. ടീം എന്ന നിലയിൽ എല്ലാ മേഖലകളിലും ഇന്ത്യ മികവ് പുലർത്തിയിട്ടുണ്ട്. ബാറ്റിംഗിലും ബൗളിംഗിലും ഫീൽഡിംഗിലുമെല്ലാം അവർ എതിരാളികളെക്കാൾ ഒരുപിടി മുന്നിലായിരുന്നു. എന്നാൽ വലിയ ടൂർണമെന്റുകളുടെ ഫൈനലുകളിൽ ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാന്റെ മുൻതൂക്കം അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. 1985 ബെൻസൺ ആൻഡ് ഹെഡ്ജസ് ലോക ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് മുതൽ ഇതുവരെ 5 പ്രധാന ഫൈനലുകളിലാണ് ഈ ടീമുകൾ ഏറ്റുമുട്ടുന്നത്. 1985 ബെൻസൺ ആൻഡ് ഹെഡ്ജസ് ലോക ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് മുതൽ ഇതുവരെ 5 പ്രധാന ഫൈനലുകളിലാണ് ഈ ടീമുകൾ ഏറ്റുമുട്ടിയത്. അതിൽ 3 തവണ പാകിസ്ഥാനും 2 തവണ ഇന്ത്യയുമാണ് ജയിച്ചത്. അവസാനമായി 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പാകിസ്ഥാൻ വിജയിച്ചപ്പോൾ 2007 2020 ലോകകപ്പ് ഫൈനലിലാണ് ഇന്ത്യയുടെ അവസാന വിജയം. ഈ കണക്കുകൾ നോക്കുമ്പോൾ ഫൈനലിലെ സമ്മർദ്ദത്തിൽ പാകിസ്ഥാൻ കൂടുതൽ മികവ് കാണിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ ടീം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി തുടർച്ചയായ വിജയങ്ങളിലൂടെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ്. ബാറ്റിംഗിൽ ടോപ്പ് ഓർഡർ മുതൽ ലോവർ ഓർഡർ വരെ എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ യുവതാരങ്ങളും തങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രകടനം നടത്തുന്നുണ്ട്. ബൗളിംഗിൽ ജസ്പ്രീത് ബുംറ, ഭുവനേശ്വർ കുമാർ, ഹർഷ്ദീപ് സിംഗ് തുടങ്ങിയ ഫാസ്റ്റ് ബൗളർമാർക്കൊപ്പം സ്പിന്നർമാരായ യുസ്വേന്ദ്ര ചാഹൽ, രവിചന്ദ്രൻ അശ്വിൻ എന്നിവർക്കൊപ്പം വിക്കറ്റുകൾ വീഴ്ത്തി ടീമിന് കരുത്തു നൽകുന്നു. മറുവശത്ത് പാകിസ്ഥാൻ ടീം അപ്രതീക്ഷിത പ്രകടനങ്ങളിലൂടെയാണ് ഈ ടൂർണമെന്റിലെ ഫൈനലിൽ എത്തിയത്. ബാറ്റിംഗിൽ ചില കളിക്കാർ സ്ഥിരത പുലർത്തുന്നുണ്ടെങ്കിലും ടീം എന്ന നിലയിൽ വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ തുടങ്ങിയ താരങ്ങളുടെ സാന്നിധ്യം ഏത് നിമിഷവും കളി മാറ്റാൻ കഴിയുന്നതാണ്. ബൗളിംഗിൽ ഷഹീൻ അഫ്രീദി, മുഹമ്മദ് റൌഫ് എന്നിവരുടെ പേസ് ആക്രമണം ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉയർത്തും. ഈ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി ചില വിവാദങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. ഏഷ്യ കപ്പ് മത്സരത്തിനിടെ ഇന്ത്യൻ കളിക്കാരോട് മോശമായി പെരുമാറിയതിന് പാക് ബൗളർ മുഹമ്മദ് റൌഫിനും ഇന്ത്യ പാകിസ്ഥാൻ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയ്ക്ക് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലും പിഴശിക്ഷ വിധിച്ചു. ഇരുവരും മാച്ച് ഫീയുടെ 30% പിഴയായി നൽകണമെന്നാണ് ICCയുടെ വിധി. ICC മാച്ച് റഫറി റിഫി റിച്ചാർഡ്സൺ ഇരുവരുടെയും ഭാഗം കേട്ട ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. എന്നാൽ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഇന്ത്യ തീരുമാനിച്ചതായി PTI റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം ബാറ്റ് തോക്കുപോലെ പിടിച്ച് വെടിവെപ്പ് ആംഗ്യം കാണിച്ച പാക് ഓപ്പണിംഗ് ബാറ്റർ സാഹിബ് സാദ ഫർഹാന് ICC താക്കീത് നൽകിയിരുന്നു. വിമാനം വീഴുന്നതിന്റെ ആംഗ്യം കാണിച്ച് വിക്കറ്റ് നേട്ടം ആഘോഷിച്ചതിന് മുഹമ്മദ് റൌഫിനും താക്കീത് ലഭിച്ചു. മത്സരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ദുബായിൽ വലിയ ആവേശമാണ് അലതല്ലുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ എന്നും ക്രിക്കറ്റിലെ തീവ്രമായ പോരാട്ടങ്ങളാണ്. ഈ മത്സരം വെറും ഒരു ഫൈനൽ മാത്രമല്ല, 2 രാജ്യങ്ങൾ തമ്മിലുള്ള അഭിമാന പോരാട്ടം കൂടിയാണ്. ദുബായിലെ സ്റ്റേഡിയം നിറഞ്ഞ് കവിയുമെന്നത് ഉറപ്പാണ്. കളിക്കളത്തിൽ എന്ത് സംഭവിക്കുമെന്നത് കണ്ടറിയണം. വിജയിയേക്കാൾ ഉപരി ഒരു മികച്ച പോരാട്ടത്തിന് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുകയാണ്. ഇരുവരും തങ്ങളുടെ മികച്ച പ്രകടനം പുറത്തു കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കാം. 2020 ഫോർമാറ്റിൽ ഏത് ടീമിനും ഏത് നിമിഷവും കളി മാറ്റാൻ സാധിക്കും. അതിനാൽ ഈ ഫൈനലിൽ തീർച്ചയായും ആവേശകരമായ നിമിഷങ്ങൾക്കും സാക്ഷ്യം വഹിക്കും. ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് പാക് പേസ് ആക്രമണം തമ്മിലുള്ള പോരാട്ടം ഫൈനലിന് കൂടുതൽ ആകർഷണീയത നൽകും. ദുബായിലെ രാത്രിയിൽ ആരാകും വിജയികൾ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഒരു വശത്ത് യുവത്വത്തിന്റെ ആവേശവും ആത്മവിശ്വാസവുമുള്ള ഇന്ത്യൻ നിര, പരിചയ സമ്പത്തും ഫൈനൽ മത്സരങ്ങളിലെ മുൻതൂക്കമുള്ള പാകിസ്ഥാൻ.
ഈ രണ്ട് ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് കൂടിയാണ് തുടക്കമിടുന്നത്. ആവേശം നിറഞ്ഞ ഈ ഫൈനൽ പോരാട്ടം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു അവിശ്വസനീയമായ അനുഭവം സമ്മാനിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.